ഫ്രണ്ട്സ്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസസിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് പ്രൊജക്ട് ഓഫീസർ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മന്ത്ലി സാലറി ആയിട്ട് 50,000 രൂപയാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറിയാൽ കാണാൻ പറ്റും. CISF, HPCL, എയർപോർട്ട് ജോബ്സ്, അതുപോലെ HAL. അപ്പോൾ ഈ എയർപോർട്ട് ജോബ്സ് ഒക്കെ നിങ്ങൾക്ക് ഗ്രൗണ്ട് സ്റ്റാഫാണ്. ഇതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, കയറിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് മലയാളം അറിഞ്ഞിരിക്കണം. ഈ ഒരു വേക്കൻസിയിലേക്ക് ഇവിടെ 36 വേക്കൻസി ഉണ്ട്. വേറെയും വേക്കൻസി ഉണ്ട് കേട്ടോ. ഓക്കെ, വേറെയും വേക്കൻസികളുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട. ഓക്കെ, അങ്ങനെ ഓരോരോ കാറ്റഗറി വേക്കൻസികളോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ്, IIPS എന്ന് കാണാം അവിടെ. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിലേക്കാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസി വന്നിരിക്കുന്നത്. പ്രൊജക്ട് ഓഫീസർ ഫീൽഡാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇതൊരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല, കോൺട്രാക്ട് ബേസിലാണ്. ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക, എക്സാമോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക. 36 വേക്കൻസിയാണ് ഈ പറയുന്ന പ്രൊജക്ട് ഫീൽഡ് ഓഫീസർ എന്ന് പറയുന്ന തസ്തിയിലേക്ക് കേട്ടോ, പ്രൊജക്ട് ഓഫീസർ ഫീൽഡിലേക്ക്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ 36 വേക്കൻസിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 12ാമത്തെ ഉടൻ കാണാൻ നിങ്ങൾക്ക് സീൽ നമ്പർ. ഇതിൽ മലയാളം അറിഞ്ഞിരിക്കണം. മലയാളം അറിയുന്നവർക്ക് ഒരു വേക്കൻസി ആയിട്ട് അങ്ങനെ ആ ഒരു നിർബന്ധമാണ്. മലയാളം റീഡ് ചെയ്യാനും അതുപോലെ സംസാരിക്കാനും ഒക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതിനൊരു വേക്കൻസിയാണ്. ഇനി ഹിന്ദി അറിയുന്നവർക്ക് ഒരു 13 വേക്കൻസി ഉണ്ട്. പിന്നെ വേറെ വേറെ ഭാഷകളാണ്. തമിഴ് അറിയുന്നവരാണ് 2 വേക്കൻസി. ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ പറയുന്നതിൽ തന്നെ 36 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതാണ് എന്തായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെയുള്ളതാണ്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്, അതായത് PG ആണ് വേണ്ടത്. PG പറയുന്ന ഏതെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ജിയോഗ്രഫി അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ആന്ത്രപ്പോളജി അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ജസ്റ്റ് PG ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റേറ്റ് ലാംഗ്വേജ് പ്രൊഫഷൻസി, അതായത് റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്, അതായത് നമുക്ക് മലയാളം റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഈ മലയാളത്തിലുള്ള ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതൊക്കെ നിങ്ങളുടെ സ്കില്ലാണ്. ഓക്കെ, അതായത് ഈ പറയുന്ന MS ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ നോളജബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡിലൊക്കെ അത്യാവശ്യം നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഡിസേബിൾ ഉണ്ട്. ഇത് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ആ ഒരു പോസിബിലിറ്റി കൂടും എന്നുള്ളതാണ് കേട്ടോ. ജോലി കിട്ടാനുള്ള 50,000 പെർ മന്താണ് കൺസൾട്ടേറ്റീവ് പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത വേക്കൻസി നമുക്ക് നോക്കാം. 14 വേക്കൻസിയാണത്. പ്രൊജക്ട് ഓഫീസർ IT ആണ് ഫീൽഡ്. 14 വേക്കൻസിയാണുള്ളത്. ഇതിലേക്ക് നിങ്ങൾക്ക് മലയാളം അല്ലെങ്കിൽ ലാംഗ്വേജ് അറിയണമെന്നൊന്നുമില്ല. ഇംഗ്ലീഷാണ് ഇവിടെ പറയുന്നത്. ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാനും എഴുതാനൊക്കെ ഉള്ള സ്കിൽ ഉണ്ടായാൽ മതി എന്നുള്ളൂ. ഇതിലേക്ക് BA or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജിയിലോ ഉള്ള BA or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി MCA കഴിഞ്ഞവരാണെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫുൾ ടൈം ഡ്യൂറേഷനിൽ MCA കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി അതല്ല MSc IT കഴിഞ്ഞവരാണെങ്കിലും അല്ലെങ്കിൽ MSc നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവരാണെങ്കിലും അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ 2 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് നമുക്ക് ആ ഒരു സംസാരിക്കാനും വായിക്കാനും ഒക്കെയുള്ള എഴുതാനൊക്കെ ഉള്ള ഒരു സ്കില്ല് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ കൂടെ നോക്കാവുന്നതാണ്. നിർബന്ധമല്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ്. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ഉണ്ടാകുമ്പോൾ കുറച്ചും പാടെ നിങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണെന്നുള്ളതാണ്. 50,000 പെർ മന്ത് സാലറി ആയിട്ട് ലഭിക്കുന്നത്. then അടുത്തത് നമുക്ക് പ്രൊജക്ട് ഓഫീസർ ഫീൽഡ് ഹെൽത്ത് ആണ് വരുന്നത്. 30 വേക്കൻസി അതിലുണ്ട്. ഇതിൽ നിങ്ങൾക്ക് BMS, അതുപോലെ BAMS, BHMS, BDS വിത്ത് 1 year എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇത് പിന്നെ നിങ്ങളുടെ സ്കില്ലാണ്. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും പാടെ നിങ്ങൾക്ക് ഇത് സ്യൂട്ടബിൾ ആണ് നിങ്ങൾ മനസ്സിലാക്കുക. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് നോക്കാം. 50,000 ഇതിൻ്റെയും സാലറി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും വേക്കൻസിയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റൊക്കെ നമുക്ക് എത്ര അതിൻ്റെ ഡ്യൂറേഷൻ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ടെമ്പററി അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നത്. പ്രൊജക്ട് ബേസ്ഡ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഇനിഷ്യലി 4 മാസത്തേക്കാണ് ഈ പൊസിഷന് ഇതിലേക്ക് വിളിക്കുന്നത്. അത് വീണ്ടും ഒരു ഫ്യൂ വീക്സ് ഒക്കെ വേണമെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അവരുടെ ആവശ്യത്തിനനുസരിച്ചായിരിക്കും അത് എക്സ്റ്റെൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു 4 മാസം നിങ്ങൾ കണ്ടാൽ മതി. 50,000 സാലറി നമുക്ക് പ്രതീക്ഷിച്ച് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങളെ മെയിൽ വഴി അവർ അറിയിക്കും കേട്ടോ. ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞിട്ട് മെയിൽ വഴി അവർ നിങ്ങൾക്ക് മെയിൽ ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാന്നുള്ള സിമ്പിളായുള്ളൊരു ടാസ്കേ ഉള്ളൂ. അപ്പോൾ എല്ലാ പോസ്റ്റിൻ്റെയും കാര്യം അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കും, അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ GeoC Legilandൻ്റെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തൊരു ജോബ് അപ്ഡേറ്റ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അതിനൊരു കൂപ്പൺ കോഡ് ഉണ്ട്. ഇപ്പം നിലവിൽ കുറച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ഓഫർ ഉണ്ടാവും. ജോബ് അപ്ഡേറ്റ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് GeoC ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ചാൽ മതി. ഓക്കെ,
GOCR നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ച് സ്പേസ് ഇടാതെ 40 അടിച്ചാൽ ഇപ്പോൾ ഉള്ള അതിൽ കാണിക്കുന്ന എമൗണ്ടിൽ ഒരു 200 റുപ്പീസ് എന്താണ് നിങ്ങൾക്ക് ഓഫർ ഉണ്ടാവും. ഉടനെ ജോയിൻ ചെയ്യുക. അതിൽ നമുക്ക് എയർപോർട്ട് ജോബ്സ് അങ്ങനെയുള്ള കാര്യങ്ങളും വർക്ക് ഫ്രം ഹോം ജോബ്സും പ്രൈവറ്റ് ജോബ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് ജോബ്സ് കൂടെ കാണാം. നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സിലൂടെ കാണാം IIPS റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഇവിടെ ഉണ്ടാവും ഈ ഒരു കോളത്തിൽ. ഇത് കണ്ടില്ല റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. ഇല്ലേ ജസ്റ്റ് നമ്മുടെ അതിൽ തന്നെ സെർച്ച് ബാർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താലും അതിൽ നിങ്ങൾ ജസ്റ്റ് IIPS അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ IIPS എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ ആക്കുമ്പോൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യും. നമ്മൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് ഗൂഗിൾ ഫോമിൻ്റെ. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗൂഗിൾ ഫോം ഓപ്പൺ ആയി വരും. ഓക്കെ, നമ്മൾ ഈ ഒരു ഫോമിലേക്കാണ് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ പറയുന്ന പ്രൊജക്ട് നെയിമും അതിലെ ഫീൽഡ് പൊസിഷൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ ടിക്ക് ചെയ്യാൻ നെക്സ്റ്റ് അടിക്കുക അങ്ങനെ ചെയ്തു പോയി. അപേക്ഷ ഫീസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അപേക്ഷ ഈ ഒരു രീതിയിൽ നമ്മൾ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങളെ മെയിൽ വഴി അവർ കോൺടാക്ട് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ ഇൻ്റർവ്യൂവിന് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് പോയാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.